ഫോട്ടോഗ്രാഫിയോ സിനിമറ്റോഗ്രാഫിയോ ഏതെടുത്താലും എക്സ്പോഷർ ട്രയാങ്കിൾ ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ഈ ട്രയാങ്കിളിൽ അപ്പർച്ചർ, ഷട്ടർ സ്പീഡ്, ISO എന്നീ 3 ഘടകങ്ങളാണ് ഉള്ളത്. ഷട്ടർ സ്പീഡ് ഡ്യൂറേഷനെയും ISO ലൈറ്റിന്റെ സെൻസിറ്റിവിറ്റിയെയും അപ്പർച്ചർ ഇന്റൻസിറ്റിയെയും സൂചിപ്പിക്കുന്നു. അപ്പർച്ചർ ലെൻസുകളിലുള്ളിൽ കാണപ്പെടുന്ന ബ്ലേഡുകളാണ്. ഇവയെ അപ്പർച്ചർ ബ്ലേഡുകൾ എന്നും ഡയഫ്രം ബ്ലേഡുകൾ എന്നും അറിയപ്പെടുന്നു. ലെൻസിന്റെ മധ്യഭാഗത്ത് തുറക്കുന്ന ഈ ബ്ലേഡുകളുടെ എണ്ണം ലെൻസുകൾക്കനുസരിച്ച് വ്യത്യസ്തമാണ്. ഇവ അപ്പർച്ചറിന്റെ വലിപ്പത്തെ നിയന്ത്രിക്കുന്നു. ഇനി ഞാൻ അധികം ബോറടിപ്പിക്കാതെ ചെറിയൊരു ചരിത്രം പറയാം. 1839 ലൂയിസ് ഡിഗോറെ ഫോട്ടോഗ്രാഫിയും ചാൾസ് ചെവിലിയർ ലെൻസും കണ്ടുപിടിച്ചു. ഈ ലെൻസിൽ 2 അപ്പർച്ചറുകളാണ് ഉള്ളത്, F14ഉം F15ഉം. എന്നാൽ ഈ ലെൻസിന് എക്സ്പോസിംഗ് സമയം ദിവസങ്ങളോളം എടുക്കുമായിരുന്നു. ഇതിന് പരിഹാരമായി ചാൾസ് ചെവിലിയർ 1840 വേരിയബിൾ ഫോക്കസ് ലെൻസ് കണ്ടുപിടിച്ചു. ഇതിന് F6 ആണ് അപ്പർച്ചർ. 1858 ജോൺ വാട്ടർഹൗസ് തിരഞ്ഞെടുക്കാവുന്ന അപ്പർച്ചറുകൾ, അതായത് സെലക്ടബിൾ അപ്പർച്ചറുകൾ കണ്ടുപിടിച്ചു. അന്ന് പിച്ചള പ്ലേറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ഈ അപ്പർച്ചറുകൾ ക്രമീകരിച്ചിരുന്നത്. എന്നാൽ കാലക്രമേണ ലെൻസിന്റെ ബാരലിന് പുറത്ത്, അതായത് റിംഗ് രൂപത്തിലുള്ള അപ്പർച്ചറുകൾ വന്നു തുടങ്ങി. പിന്നീട് ഇത് ഡിജിറ്റലായി മാറി. ക്യാമറ ലെൻസുകൾ പ്രവർത്തിക്കുന്നത് മനുഷ്യനേത്രങ്ങൾ പോലെയാണ്, അതായത് കണ്ണിലെ കൃഷ്ണമണി പോലെ. നമ്മുടെ ലെൻസിന്റെ ഓപ്പണിംഗ് ആണ് അപ്പർച്ചർ. അപ്പർച്ചർ ഒരു ഇമേജിനെ ബാധിക്കുന്നത് 2 രീതിയിലാണ്. ഒന്ന്, ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ ഗ്രേ സ്കെയിലും, 2 ഡെപ്ത് ഓഫ് ഫീൽഡും. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. നമ്മുടെ വീട്ടിൽ ഒരു മുറിയിൽ ലൈറ്റ് ഇല്ല എന്ന് കരുതാം. ആ മുറിയുടെ ജനാല കുറച്ച് തുറന്നാൽ കുറച്ച് ലൈറ്റ് ഉള്ളിലേക്ക് വരും, എന്നാൽ കൂടുതൽ തുറന്നാലോ കൂടുതൽ ലൈറ്റ് ഉള്ളിലേക്ക് വരും. ഇതുപോലെ തന്നെയാണ് ക്യാമറയിലെ അപ്പർച്ചറുകളും ഡയഫ്രവും പ്രവർത്തിക്കുന്നത്. ഡയഫ്രം വലുതാകുന്നതിനനുസരിച്ച് ലൈറ്റും കൂടുതലായിട്ട് വരും. ഡയഫ്രം ചെറുതാകുമ്പോൾ കുറച്ച് ലൈറ്റ് ആയിരിക്കും ഉള്ളിലേക്ക് വരുന്നത്. അപ്പർച്ചർ മെഷർ ചെയ്തിരിക്കുന്നത് F സ്റ്റോപ്പിലാണ്. വാട്ടർഹൗസ് സ്റ്റോപ്പിൽ നിന്നാണ് സ്റ്റോപ്പുകൾ രൂപപ്പെട്ടത്. ഇനി എന്താണ് F സ്റ്റോപ്പ് എന്നല്ലേ? സെൻസറിലേക്ക് കടന്നു വരുന്ന പ്രകാശത്തെ അളക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യയാണ് F സ്റ്റോപ്പ്. ഒരു ക്യാമറയിൽ പൊതുവെ 1 സ്റ്റോപ്പ്, ഹാഫ് സ്റ്റോപ്പ്, 1/3 സ്റ്റോപ്പ് എന്നീ ക്രമത്തിൽ ആയിരിക്കും സ്റ്റോപ്പുകൾ ഉണ്ടാവുക. ഈ സ്റ്റോപ്പുകൾ മാറ്റാനുള്ള ക്രമീകരണങ്ങൾ ക്യാമറയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഷോട്ടുകളുടെ ഡെപ്ത് ഓഫ് ഫീൽഡ് നിർവചിക്കുന്നതിലും അപ്പർച്ചർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എക്സാമ്പിളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനി ഒരു ഇമേജിന്റെ ഡെപ്ത് ഓഫ് ഫീൽഡിനെ ബാധിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. അതിലൊന്നാണ് ദൂരം, 2 അപ്പർച്ചർ, 3 ഫോക്കൽ ദൂരം, 4 സെൻസറിന്റെ വലിപ്പം. ഇനി പല അപ്പർച്ചർ യൂസ് ചെയ്തെടുത്ത കുറച്ച് ഫോട്ടോസ് നോക്കിയാലോ. ആദ്യം നമുക്ക് F1.4 പോലൊരു വലിയ അപ്പർച്ചർ ആഴത്തിലുള്ള ഫീൽഡിന് കാരണമാകുന്നു. ഇത് പിന്നെ സബ്ജക്റ്റിനെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വേറിട്ട് നിർത്തുകയും ചെയ്യും. ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി, മാക്രോ ഫോട്ടോഗ്രാഫി ഒക്കെയാണ്. ഇനി F16 പോലുള്ള ഒരു ചെറിയ അപ്പർച്ചറാണ് യൂസ് ചെയ്യണമെങ്കിൽ കൂടുതൽ ഷാർപ്നെസ് ഇമേജിന് കിട്ടുന്നുണ്ട്. ഇത് ലാൻഡ്സ്കേപ്പ്, ആർക്കിടെക്ചർ പോലുള്ള ഫോട്ടോഗ്രാഫിയാണ് എക്സാമ്പിളായിട്ട് പറയുന്നത്.